പരിശുദ്ധ പരമതിക്ക് കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിൻ്റെ ഉറവിടമായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്തപ്രതിജ്ഞയിക്കുന്നു എന്ന് പറയുന്നു. നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സംരക്ഷത്തിൻ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയും അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. അബ്രഹാമിന് സാറായുടെ ദാസിയായ ഹാഗറിൽ ജനിച്ച ഇസ്മയേൽ എന്ന കുട്ടിയെ അബ്രഹാമിൻ്റെ ആരോഗ്യവും സാറായുടെ ബുദ്ധിയും ഉപയോഗിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ പദ്ധതികളെ പലപ്പോഴും നമ്മൾ അട്ടിമറിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം കാരുണ്യവാനാണ്, അവിടുന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുമെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. സാറായുടെ കുബുദ്ധി അവൾക്ക് തന്നെ വിനയായി മാറുമ്പോൾ ഇസ്മയേലിനെയും ഹാഗറിനെയും പുറത്താക്കേണ്ടി വരും. കാരുണ്യവാനായ കർത്താവെ, അധികാരമുള്ളവനെ പോലെ അങ്ങ് പഠിപ്പിച്ചു. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുമല്ല രക്ഷയിലേക്ക് കടന്നു വരുന്നു. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരാണെന്ന് ഞങ്ങൾ അറിയും. ഇന്നേതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ നിന്നെ അനുദിനവും മഹത്വപ്പെടുത്തി നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിതവനെ പോലെയാണെന്ന് അങ്ങ് ഓർപ്പിക്കും. ഏത് പ്രതിസന്ധി വന്നാലും ഏത് സഹനം വന്നാലും വിശ്വാസം ത്യജിക്കുകയില്ല, ആ ഭവനം വീണുപോകുകയില്ലെന്നങ്ങ് പറഞ്ഞു. എന്നാൽ മണ്ണുകൊണ്ട് പണിത ഭവനം താൽക്കാലിക നേട്ടങ്ങൾ വെച്ച് അതിനുവേണ്ടി വിശ്വസിക്കുന്നവർക്ക് തകർച്ച നേരിടുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും വിശ്വാസം ഏറ്റുപറയുവാൻ തക്കവിധം ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുവാൻ, ഏത് പ്രതിസന്ധിയിലും ഉലയാതെ നിൽക്കുവാൻ ഉള്ള കരുത്തും കൃപയും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. കുടുംബത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്ക വിശ്വാസവും കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ആമേൻ.